Hi friends, welcome to my channel Ruby's Catalog. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി ആണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 150 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണില്ല. ബ്രൗണി കേക്കിൻ്റെ അത്ര സോഫ്റ്റ് അല്ല, അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ തരിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ 2-3 പ്രാവശ്യം തരിച്ചെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയായി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ മൈദയുടെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുന്നത്. 150 ഗ്രാം പഞ്ചസാരനെയാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഈ ചോക്ലേറ്റ് ഗണാഷാണ് ബ്രൗണിയുടെ മെയിൻ ഹൈലൈറ്റ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ബ്രൗണി കേക്കിൻ്റെ അത്ര സോഫ്റ്റ് ആവില്ല, അത്യാവശ്യം തിക്കായിട്ടായിരിക്കും. ഇവിടെ ഞാൻ റൗണ്ട് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഓവൺ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ 150 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗണിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. മുകൾ ലെയറൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് അവിടെ കുറച്ച് ചോക്ലേറ്റും ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രൗണിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ ഈ ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം.
നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബദാമും പിസ്തയും കാഷ്യൂനട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചോക്ലേറ്റ് ഗണേഷ് ഒഴിക്കാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.